സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ അലമ്പുണ്ടാക്കി അടിച്ചു പിരിയാനാണോ എൻ ഡി എയുടെ വിധിയെന്ന് ഇപ്പോഴത്തെ ചില സംഭവങ്ങൾ കണ്ടാൽ തോന്നും. ചന്ദ്രബാബു നായിഡു പോലെയല്ല നിതീഷ് കുമാർ. രണ്ടാം കേന്ദ്ര സർക്കാരിലെ അലമ്പിന്റെ മൊത്തം കരാർ സ്മൃതി ഇറാനിയും സംഘവുമാണ് ഏറ്റെടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ അതിനുമൊരു അവകാശി വന്നിരിക്കുന്നു നിതീഷ് കുമാർ. താനുമായുള്ള ബാന്ധവത്തിന് നിതീഷ് മോദിയോട് ചോദിച്ചിരിക്കുന്ന മാമൂലുകളിൽ സുപ്രധാനം സായുധ സേനയിലെ റിക്രൂട്ട്മെന്റിനായുള്ള BJP അഭിമാന പദ്ധതിയെ കാണുന്ന അഗ്നിവീർ പദ്ധതിയുടെ അവലോകനം തന്നെ. പദ്ധതി പൂട്ടിക്കെട്ടുക എന്നത് തന്നെ നിതീഷിൻ്റെ JDUവിൻ്റെ ലക്ഷ്യം. ഇക്കാര്യം ഇപ്പോൾ തന്നെ JDU മുന്നണിയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. പല സംസ്ഥാനങ്ങൾക്കും അഗ്നിവീറിൽ എതിർപ്പുണ്ടെന്നാണ് ബീഹാറുകാരനായ നിതീഷ് പറയുന്നത്. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ നിതീഷ് തൻ്റെ വഴിക്ക് പോകുമെന്ന പേടി BJPക്ക് വ്യാപകമായുണ്ട്. രാജ്യവ്യാപകമായി ജാതി സർവേ നടത്തണമെന്നും ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്നുമൊക്കെ JDU ഇതിന് പിന്നാലെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത് നാഗ്പൂരിലെ ചില RSS കാരണവന്മാരുടെ വിവാഹസദ്യ ഒരുക്കുന്ന കലവറയിലെ പോലെ തള്ളിവിടലുകൾ കാരണം മോദിക്കും അമിത്ഷയ്ക്കും കിടക്കപ്പുറതിയില്ല. അതിനിടയിലാണ് ഈ സമ്മർദ്ദങ്ങൾ. ആദ്യ 2 ടേമുകളിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും വിഭിന്നമായിരിക്കും ഇത്തവണത്തെ NDA ഭരണമെന്ന് വ്യക്തമാകുന്നത് ഇത്തരം സമ്മർദ്ദങ്ങൾ കണ്ടിട്ടാണ്. ഇന്ത്യ മുന്നണിയുടെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു രാജ്യവ്യാപകമായ ജാതി സർവേ നടത്തണമെന്ന JDU ആവശ്യത്തിന് BJP എന്ത് തീരുമാനമെടുക്കുമെന്നത് ഇപ്പോഴേ ചർച്ചയാണ്. BJPയിൽ ചേരുന്നതിന് മുമ്പ് ഈ നിതീഷ് കുമാർ സർക്കാർ ബീഹാറിൽ ജാതി സർവേ നടത്തിയിരുന്നു. താൻ പറഞ്ഞതിന് വിലയുണ്ടോ എന്ന് നോക്കിയിട്ടാകും നിതീഷിൻ്റെ ഇനി അങ്ങോട്ടുള്ള ഓരോ നീക്കവും. ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ NDA ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടത് സ്പീക്കർ സ്ഥാനം മുതൽ പ്രധാന വകുപ്പുകൾ വരെ. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ സഖ്യകക്ഷികളെ പിണക്കാതെ തന്നെ ഇത്തവണ കേന്ദ്ര സർക്കാർ രൂപീകരിക്കേണ്ടി വരും. സർക്കാർ രൂപീകരണം വേഗതയിലാക്കാൻ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും യോഗത്തിൽ മോദിയോടും BJPയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പറയുന്നത് മോദിക്ക് കേട്ടേ പറ്റൂ. ലോക്സഭാ അധ്യക്ഷ സ്ഥാനത്തിന് പുറമെ TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിരിക്കുന്നത് 8 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും 1 സഹമന്ത്രി സ്ഥാനവും, റോഡ് ഗതാഗതം, ഗ്രാമീണ വികസനം, ആരോഗ്യം, പാർപ്പിട നഗരവികസനം, കൃഷി, ജലശക്തി, IT, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളിൽ ക്യാബിനറ്റ് പദവിയാണ് നായിഡു ആവശ്യപ്പെട്ടിരിക്കുന്നത്. ധനകാര്യ വകുപ്പിലാണ് സഹമന്ത്രി സ്ഥാനം. 3 ക്യാബിനറ്റ് പദവികളാണ് JDU ആവശ്യപ്പെട്ടിട്ടുള്ളത്. റെയിൽവേ, ഗ്രാമവികസനം, ജലശക്തി വകുപ്പുകൾ. ഇതിനു പുറമെ സ്പീക്കർ സ്ഥാനവും JDU ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്യാബിനറ്റ് പദവിയുള്ള 1 മന്ത്രിസ്ഥാനം LJP നേതാവ് ചിരാഗ് പാസ്വാനും ആവശ്യപ്പെട്ടു. 1 സഹമന്ത്രി സ്ഥാനം കൂടി ചോദിക്കും. ബീഹാറിൽ നിന്നുള്ള ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവ് ജിതൻ റാം മഞ്ചിയും 1 മന്ത്രിസ്ഥാനം അവകാശപ്പെട്ടിട്ടുണ്ട്. കൃഷി വകുപ്പാണ് JDSന്റെ നേതാവ് HD കുമാരസ്വാമി ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1 ക്യാബിനറ്റ് പദവിയും 2 സഹമന്ത്രി സ്ഥാനവും ശിവസേന നേതാവും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ യോഗത്തിൽ ചോദിച്ചിട്ടുണ്ട്. നിലവിൽ NDAയിലെ രണ്ടാമത്തെ ഒറ്റ കക്ഷിയാണ് ചന്ദ്രബാബു നായിഡു. അതുകൊണ്ട് തന്നെയാണ് തെലുങ്കുദേശം പാർട്ടിക്ക് 8 ക്യാബിനറ്റ് മന്ത്രിമാരെയും സ്പീക്കർ സ്ഥാനവും സഹമന്ത്രി സ്ഥാനവും വേണമെന്ന് നായിഡു നിർബന്ധം പിടിക്കുന്നത്. ആന്ധ്രയിൽ 17 സീറ്റിൽ മത്സരിച്ച TDP 16-ൽ ജയിച്ചു. ബീഹാറിൽ 16 സീറ്റിൽ മത്സരിച്ച JDU 12 സീറ്റിൽ വിജയിച്ചു. LJPക്ക് 5 MPമാർ. കർണാടകയിൽ 3 സീറ്റിൽ മത്സരിച്ച JDS 2 എണ്ണത്തിൽ വിജയിച്ചു. മഹാരാഷ്ട്രയിൽ 15 മത്സരിച്ച ഏക്നാഥ് ഷിൻഡെ ശിവസേനയുടെ 7 പേർ മാത്രമാണ് ഇത്തവണ വിജയിച്ചത്. മോദിയുടെ വസതിയിൽ ചേർന്ന യോഗം എന്തായാലും മോദിയെ സഖ്യകക്ഷി നേതാവായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണത്തേതുപോലെ അത്ര സുഖകരമായിരിക്കില്ല മോദിക്ക് ഇത്തവണ. പൊട്ടലും ചീറ്റലുമൊക്കെ ഭരണമുന്നണിക്കകത്ത് തന്നെ ശക്തമായി വരുമ്പോൾ മോദി ഓർക്കണം, അപ്പുറത്ത് ഇന്ത്യ മുന്നണി അതിശക്തമാണ് ഇത്തവണ. പറയുന്നതിനൊക്കെ തിരിച്ച് എന്തും ഏത് സമയവും പ്രതീക്ഷിക്കാം.